പ്രിയപ്പെട്ടവരെ, ഒറിയോൺ ടി വിയിലേക്ക് സ്വാഗതം. 2023 മാർച്ച് 3 ആസാം സ്റ്റേറ്റ് മ്യൂസിയം സന്ദർശിക്കാൻ അവസരം കിട്ടി. 1940 ആരംഭിച്ചതാണ് ആസാം സ്റ്റേറ്റ് മ്യൂസിയം. കമറുപ അനുസന്ധൻ സമിതി ആണ് സ്ഥാപകൻ. 1953 ഗവൺമെൻറ് ഓഫ് ആസാം ഏറ്റെടുത്തു ഈ സ്ഥാപനം. ഗുവാഹട്ടി പട്ടണത്തിൻ്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്നു. ഞങ്ങൾ 2023 മാർച്ച് 3 മ്യൂസിയം സന്ദർശിച്ചതെന്ന് പറഞ്ഞല്ലോ. ബസ് ഇറങ്ങി ഒരു സൈക്കിൾ റിക്ഷയിലാണ് മ്യൂസിയത്തിൻ്റെ കവാടത്തിലെത്തിയത്. ഒരു പ്രായമായ മനുഷ്യനാണ് റിക്ഷ ചവിട്ടിയിരുന്നത്. ഇലക്ട്രിക് ഓട്ടോറിക്ഷകളുടെ കാലത്ത് സൈക്കിൾ റിക്ഷ. ഇവരുടെ ജീവിതം കരുപിടിപ്പിക്കുന്നത് ഇപ്പോഴും സൈക്കിൾ റിക്ഷകളാണല്ലോ. അതുകൊണ്ട് അതിൽ കയറാനുള്ള വൈമനസ്യം ഉപേക്ഷിക്കേണ്ടി വന്നു. ശിലകളിൽ കൊത്തിയ രൂപങ്ങളാണ് ഏറെയും ശ്രദ്ധേയമായത്. കരിങ്കല്ലിലെ വിസ്മയങ്ങൾ ഓരോന്നായി മൊബൈൽ ക്യാമറയിൽ പകർത്തിയപ്പോൾ ഈ രൂപങ്ങൾ കല്ലിൽ മനോഹരമായി കൊത്തിയെടുത്ത ശില്പിയെക്കുറിച്ച് ചിന്തിച്ചുപോയി. എത്ര ദിവസങ്ങൾ കൊണ്ടായിരിക്കാം ഓരോ പ്രതിമകളും സൃഷ്ടിച്ചത്? അതിന് കിട്ടിയ പ്രതിഫലം എത്ര തുച്ഛം ആയിരിക്കും? ഒരുപക്ഷെ ഏതെങ്കിലും രാജാവ് അടിമയാക്കി കൊണ്ടുവന്നവരായിരിക്കും ഈ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയത്. ശില്പങ്ങൾ കൂടാതെ പണ്ടുപയോഗിച്ച ആയുധങ്ങൾ, ഒറ്റക്കൊമ്പൻ റിനോസർ, പോത്തിൻ്റെ തലകൾ, വലിയ പക്ഷികളുടെ സ്റ്റഫ്ഡ് രൂപങ്ങൾ, മനുഷ്യൻ്റെ ഉൽപ്പത്തിയുടെയും വികാസത്തിൻ്റെയും വിവിധ ഘട്ടങ്ങൾ ചിത്രീകരിച്ചത്, ആധുനിക മനുഷ്യൻ്റെ വിവിധ വിഹാര മേഖലകൾ എല്ലാം ഈ മ്യൂസിയത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അസമിൻ്റെ സമ്പന്നമായ പാരമ്പര്യവും സംസ്കാരവും വിളിച്ചോതുന്നതാണ് ഈ അസം സ്റ്റേറ്റ് മ്യൂസിയം. മ്യൂസിയത്തോടൊപ്പം ധാരാളം പ്രമുഖ ഗ്രന്ഥങ്ങളുടെയും കയ്യെഴുത്ത് പ്രതികളുടെയും ആനുകാലികങ്ങളുടെയും ശേഖരങ്ങളുള്ള ഒരു ലൈബ്രറിയും ഉണ്ട്. സമയം പരിമിതമായതിനാൽ മുഴുവൻ കാണുവാൻ പറ്റിയില്ല. ഇനിയൊരവസരം കിട്ടിയാൽ തീർച്ചയായും ഇവിടം വീണ്ടും സന്ദർശിക്കും. നിങ്ങളും സന്ദർശിക്കണേ.